ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ പഠനത്തിന്റെ ഭാഗമായിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ ജോലിയുടെ ഭാഗമായിട്ടായിക്കോട്ടെ ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നിങ്ങൾ ടോട്ടലി ടയർഡ് ആയിട്ടുള്ള എക്സ്ട്രീംലി ടയർഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് ബ്രെയിൻ ഫോഗ് അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ബേൺ ഔട്ട് ഒക്കെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, എങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. സോ നമ്മൾ ബേൺ ഔട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എക്സ്ട്രീംലി ടോട്ടലി ഫിസിക്കലി ആൻഡ് മെന്റലി എക്സോസ്റ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെയാണ്. അപ്പൊ ഈ സിറ്റുവേഷൻ കൂടുതലായി ഉണ്ടാവാൻ കാരണം ഒരുപക്ഷെ നിങ്ങൾ റെസ്റ്റ് എടുക്കാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടാസ്ക് ചെയ്യുന്നോണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യുന്നോണ്ടാവാം, അതും അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഹൈലി സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നതുകൊണ്ടും ആവാം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ബേൺ ഔട്ട് നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാം. അതിൽ ഒന്നാമത്തെ കാര്യമാണ് നല്ല രീതിയിൽ ഉറങ്ങുക എന്നുള്ളത്. ഓൺ ആൻ ആവറേജ് ഒരു 6 to 8 hours സ്ലീപ്പ് നമുക്ക് എല്ലാവർക്കും ആവശ്യം. അപ്പോൾ നിങ്ങൾ ഉറങ്ങുന്നത് 6 മണിക്കൂറാണെങ്കിലും 8 മണിക്കൂറാണെങ്കിലും അതൊരു ക്വാളിറ്റി സ്ലീപ്പ് ആയിരിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യമാണ് ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഹെൽത്തി ഡയറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് റൈറ്റ് ടൈമിൽ റൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അപ്പൊ പലപ്പോഴും നമ്മൾ ഒരുപക്ഷെ എക്സാംസിന്റെ ഭാഗമായിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്കൊരു ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ ആ ദിവസങ്ങളിലൊക്കെ ഒരുപക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരുപക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും ഒക്കെ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് വൈകിട്ട് ഒരുമിച്ച് കഴിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നില്ല. ഒരു എക്സാമിന് പോകുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഒരു ടോപ്പിക് പഠിച്ചു കാണില്ല, അപ്പൊ ഫുഡ് കഴിക്കുന്ന സമയം ഉണ്ടെങ്കിൽ ആ ടോപ്പിക്കൂടെ പഠിക്കാമല്ലോ എന്നൊക്കെ വെച്ച് നമ്മൾ ഒരുപക്ഷെ ഫുഡ് അവോയ്ഡ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവോയ്ഡ് ചെയ്ത് ഒരുപക്ഷെ പഠിക്കുന്നുണ്ടാവും. ഞാനത് ചെയ്തിട്ടുണ്ട്. പക്ഷെ വൺസ് ഇൻ എ വൈ നമുക്കത് ചെയ്യാം, നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാവുന്നതാണ്. പക്ഷെങ്കിൽ അതൊരു സ്ഥിരം പാറ്റേൺ ആയി കഴിയുമ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ ലഞ്ച് സ്കിപ്പ് ചെയ്യുന്നുണ്ട്, അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ എനർജി കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ അത് നിങ്ങളെ ഒരു എക്സ്ട്രീംലി ടയർഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലോട്ട് ലീഡ് ചെയ്യും. ആൻഡ് മറ്റൊരു കാര്യമുള്ളത്, നമുക്ക് ഓരോ ദിവസവും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ഒരു ഏകദേശം ധാരണ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഫുഡും ക്രമീകരിക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾക്ക് ഉച്ച കഴിഞ്ഞൊരു എക്സാം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഉച്ച കഴിഞ്ഞ് ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് നിങ്ങൾ ലഞ്ചിന് ഒരിക്കലും ഹെവി ആയിട്ട് നല്ല ബിരിയാണി ഒക്കെ വയറ് നിറച്ച് കഴിച്ചിട്ട് ഒരു പക്ഷേ അതിന് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഉറക്കം വന്നിരിക്കാം. അതേസമയം നിങ്ങൾക്ക് അന്നേരം ഒരു കുറച്ച് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാം. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലും നിങ്ങൾ എന്ത് ഫുഡ് കഴിക്കുന്നു എന്നുള്ളത് മാറ്റർ ചെയ്യും. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യമാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു റുട്ടീൻ ഉണ്ടാവുക എന്നുള്ളത്. അതിപ്പോ നിങ്ങൾ രാത്രി താമസിച്ച് കിടന്നിട്ട് രാവിലെ താമസിച്ച് എണ്ണിക്കുന്ന ആളുകളായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ കിടന്ന് നേരത്തെ എണ്ണിക്കുന്ന ആളുകളായിക്കോട്ടെ, നിങ്ങളുടെ പാറ്റേൺ എന്താണെങ്കിലും ശരി, നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു റുട്ടീൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ബയോളജിക്കൽ ക്ലോക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ആവുകയും അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ വർക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് അടുത്തൊരു കാര്യമാണ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ബ്രേക്ക് എടുക്കുക എന്നുള്ളത്. അതായത് കണ്ടിന്യൂസ്ലി ഒരു ടാസ്ക്, അതിപ്പോ പഠിക്കുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ വർക്കിലുള്ള എന്തെങ്കിലും ടാസ്കുകളായിക്കോട്ടെ, അപ്പൊ നിങ്ങൾ കണ്ടിന്യൂസ്ലി ഒരു കാര്യം ചെയ്യാതെ നിങ്ങൾ കുറച്ചു നേരം, ഒരു പക്ഷേ നിങ്ങൾക്ക് തന്നെ അതൊരു ടയർഡായി എന്ന് തോന്നുന്ന ഒരു സമയത്തേക്ക് നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാവുന്നതാണ്. അപ്പം ഒരു പക്ഷേ നിങ്ങൾക്ക് പോമോഡോറോ ടെക്നിക് ഒക്കെ യൂസ് ചെയ്ത് 25 minutes പഠിക്കുന്നു, അല്ലെങ്കിൽ വർക്ക് ചെയ്തതിനു ശേഷം ഒരു 5 minutes റെസ്റ്റ് എടുക്കുന്നു, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ബട്ട് സ്റ്റിൽ ഇത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്നുള്ളത് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. അപ്പൊ നിങ്ങൾ ഏത് സിറ്റുവേഷൻസിലാണെങ്കിലും ശരി, അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ബ്രേക്കുകളൊക്കെ ക്രമീകരിക്കും. അപ്പൊ ബ്രേക്ക് എടുക്കുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബ്രേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യാനുള്ള ഒരു സമയമല്ല. ബ്രേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിജിറ്റലി ഡിസ്കണക്റ്റഡ് ആയിരിക്കണം. അതിപ്പോ നിങ്ങൾക്ക് പുറത്തിറങ്ങി ഒന്ന് നടക്കാം, അതല്ല നിങ്ങൾ ഓഫീസിലാണെങ്കിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കാം, അങ്ങനെ ഒരു കുറച്ചു നേരം ബ്രേക്ക് എടുക്കും. അപ്പൊ നമ്മൾ വീണ്ടും അവിടെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാലുള്ള കുഴപ്പം, വീണ്ടും നമ്മൾ എക്സോസ്റ്റഡ് ആവുകയാണ്. അന്നേരം നമുക്കൊരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുമെങ്കിലും അപ്പൊ അവിടെ നമ്മുടെ എനർജി റീഗെയിൻ ചെയ്യുന്നില്ല, പകരം നമ്മുടെ എനർജി ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു കാര്യമാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഏറ്റെടുത്ത് ചെയ്യുക എന്നുള്ളത്. കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു വർക്ക് സ്പേസ് ആയി കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാവും, ഒരുപാട് ടാസ്കുകൾ ഉണ്ടാവും. അപ്പൊ ഈ എല്ലാ ടാസ്കിനോടും നിങ്ങൾ ഓക്കെ പറയാതെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത്, ഓർ നിങ്ങൾക്ക് എല്ലാ ടാസ്കും നിങ്ങൾ തന്നെ ചെയ്യേണ്ടുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് അന്നേ ദിവസം ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ടെന്നുള്ളത് മനസ്സിലാക്കി ആ കാര്യങ്ങൾ മാത്രം ചെയ്തു പോകും. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അന്നേ ദിവസം തന്നെ ചെയ്തു തീർക്കാനുണ്ടെന്നൊക്കെ ഒരു ചിന്ത വരുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ സ്ട്രെസ്ഡ് ആവാൻ ചാൻസ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്യാം. ഓക്കെ, ടോട്ടൽ 10 ആക്ടിവിറ്റീസ് ആണുള്ളത്, അതിൽ 6 എണ്ണം ഇന്ന് ചെയ്യാം, ഇന്നതാണ് അതിന്റെ പ്രയോറിറ്റി ലിസ്റ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ഇന്ന് ഇത്ര കാര്യങ്ങളാണ് തീർക്കാനുള്ളത്, ആൻഡ് മോർണിംഗിൽ നമുക്ക് ഇത്ര കാര്യങ്ങൾ തീർക്കണം, ആഫ്റ്റർനൂൺ ഇത്ര കാര്യങ്ങൾ തീർക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് പ്ലാൻ ചെയ്യാവുന്നതാണ്. ആൻഡ് ഓൾസോ അതിന്റെ കൂടെ തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ്, ചെയ്യുമ്പോൾ ആ കാര്യം എന്തിന് ചെയ്യുന്നു, അതായത് ഇപ്പൊ നിങ്ങൾ ഒരു കാര്യമേ ചെയ്തുള്ളെങ്കിലും അത് ഏറ്റവും നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത്. അപ്പൊ ആ കാര്യം എന്തിന് ചെയ്യുന്നു, അതായത് അതിന്റെ ഒരു ഫുൾ പിക്ചർ കിട്ടിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ കാര്യം ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ കാര്യം എന്തിന് ചെയ്യുന്നു, എന്തുകൊണ്ട് അത് പ്രയോറിറ്റി 1 ആയി എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ബ്രെയിൻ ഫോഗ് ഫീൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ബേൺ ഔട്ട് ഫീൽ ചെയ്യുമ്പോൾ ചെയ്യാവുന്ന കുറച്ച് ടിപ്പുകളാണ്. പക്ഷെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഈവൻ തോ നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ വർക്ക് ചെയ്യുന്ന കുറച്ച് ഒരു 1-2 ദിവസത്തേക്ക് ലീവ് എടുത്ത് ഡിസ്കണക്ട് ആയിട്ട് നിങ്ങൾക്ക്
ഒരു നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ വർക്കിലായിക്കോട്ടെ അല്ലെങ്കിൽ പഠിക്കുമ്പോഴായിക്കോട്ടെ നമുക്ക് ലീവുകൾ ഉള്ളത് ജസ്റ്റ് ഒരു രോഗം വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് നമ്മളുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമുക്ക് ആ ലീവ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് സിനിമ കാണാൻ ഇഷ്ടമാണെങ്കിൽ, അപ്പൊ നിങ്ങൾക്ക് സ്ട്രെസ്ഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ഇരുന്നിട്ട് ഒരു സിനിമ കാണാം, നിങ്ങൾക്ക് പുറത്തു പോകാം, ചെറിയൊരു യാത്ര ചെയ്യാം. അതിനൊക്കെ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ലീവ് ഉള്ളത്. അപ്പൊ അവിടെയൊക്കെ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, വർക്ക് ചെയ്യാൻ വേണ്ടിയാണോ ജീവിക്കുന്നത് അതോ ജീവിക്കാൻ വേണ്ടിയാണോ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. അടുത്തൊരു ടിപ്പാണ്, നിങ്ങളുടെ സാഹചര്യം അനുവദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പവർ നാപ്പ് എടുക്കാവുന്നതാണ്. ഉച്ചയ്ക്ക് ശേഷം ഒരു 20 മിനിറ്റ് നേരത്തേക്ക് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നേരത്തേക്ക് നിങ്ങൾക്ക് ചെറിയൊരു രീതിയിൽ ഒരു പവർ നാപ്പ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് എനർജി റീഗെയിൻ ചെയ്തതായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവും. ചില ആളുകൾക്ക് രാവിലെ നല്ല പ്രൊഡക്റ്റീവ് ആയിരിക്കും, ഉച്ചയ്ക്ക് ശേഷം അവര് ഒരു പക്ഷേ കുറച്ച് ഡൾ ആയിരിക്കും, ആൻഡ് അഗൈൻ ഈവനിങ് അവർ അഗൈൻ പ്രൊഡക്റ്റീവ് ആയിരിക്കും. ഉച്ചയ്ക്ക് നിങ്ങളുടെ സിറ്റുവേഷൻസ് അലോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പവർ നാപ്പ് എടുക്കാവുന്നതാണ്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നമ്മൾ കൂടുതൽ കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഫണ്ട് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ വർക്ക് സ്പേസിലായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ കോളേജിലായിക്കോട്ടെ, നിങ്ങൾ ആ ടാസ്കിനെ ഇഷ്ടപ്പെടുകയും അതിൽ നിങ്ങളൊരു ഫണ്ട് കണ്ടെത്താനൊക്കെ ശ്രമിക്കുകയും വേണം. അതിന് നമുക്ക് നല്ല കുറച്ചൊരു സപ്പോർട്ട് സിസ്റ്റം ആവശ്യമാണ്. ഇപ്പൊ ഫ്രണ്ട്സ് ആവാം അല്ലെങ്കിൽ കൊളീഗ്സ് ആവാം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു ബേൺ ഔട്ട് അഥവാ ഒരു ബ്രെയിൻ ഫോഗ് ഒക്കെ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാനും പറ്റില്ല, നിങ്ങൾ ലൈഫിലെ സ്റ്റക്ക് ആണെന്നുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്പുകൾ അറിയാമെങ്കിലോ പ്ലീസ് ഡു ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് സെക്ഷൻ. അടുത്തൊരു വീഡിയോ കാണും വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.